चाहता है ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ ഓം ബീച്ചിലാണുള്ളത്. ഓം ബീച്ചിൽ നിന്ന് ബെല്ലക്കൺ ബീച്ചിലേക്ക് ഞങ്ങൾ ബീച്ച് ട്രക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം ഓം ബീച്ചിൽ നിന്ന് നമ്മൾ ഹില്ലൊക്കെ കയറി ട്രക്ക് ചെയ്ത് ഹാഫ് മൂൺ ബീച്ചിലെത്തും. ഹാഫ് മൂൺ ബീച്ചിൽ നിന്ന് നമ്മൾ വീണ്ടും ട്രക്ക് ചെയ്ത് സ്മോൾ ഹിൽ എന്ന് പറയുന്ന ബീച്ചിലെത്തും. സ്മോൾ ഹിൽ ബീച്ചിൽ നിന്ന് വീണ്ടും ട്രക്ക് ചെയ്ത് നമ്മൾ പാരഡൈസ് ബീച്ചിലെത്തും. പാരഡൈസ് ബീച്ചിൽ നിന്ന് വീണ്ടും ട്രക്ക് ചെയ്ത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ബെല്ലക്കൺ ബീച്ചിലേക്ക് എത്തും. പലരും കരുതിയിരിക്കുന്നത് ഗോകർണ എന്ന് പറഞ്ഞാൽ മഹാബലേശ്വര ക്ഷേത്രവും പരിസരവും മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഗോകർണ എന്ന് പറഞ്ഞാൽ മഹാബലേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ അതൊരു തീർത്ഥാടന കേന്ദ്രം മാത്രവുമല്ല. ഗോകർണ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഗോകർണയെ ഇന്ത്യക്ക് പുറത്തൊക്കെ ഫേമസ് ആക്കുന്നത് ഈ ബീച്ചുകളാണ്, ഈ ബീച്ച് ട്രക്കാണ്. ഈ ബീച്ച് ട്രക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വിദേശികൾ ഗോകർണയിലേക്ക് വരാറുണ്ട്. ഇതാണ് ഓം ബീച്ച്. ഈ ബീച്ചിന് ഓം ബീച്ച് എന്ന് പേര് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിന് ഓം എന്ന ഷേപ്പിലാണ് ഈ ബീച്ച് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഏരിയൽ വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഓം എന്ന് എഴുതിയ വെച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ഓം ബീച്ച് എന്ന് പേര് കിട്ടിയിരിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ബീച്ചാണ് ഓം ബീച്ച്. ഞങ്ങൾ ബീച്ച് ട്രക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓം ബീച്ചിൽ തന്നെയുള്ള നമസ്തേ കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ബാറിൽ കയറി. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പതുക്കെ ബീച്ചിലൂടെ നടക്കാൻ തുടങ്ങി. അത്യാവശ്യം തണലൊക്കെയുള്ള ഒരു ബീച്ചാണ് ഓം ബീച്ച്. പല മരത്തിലും ഊഞ്ഞാലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ ഓം ബീച്ചിൽ എല്ലാവിധ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും അവൈലബിൾ ആണ്. കയാക്കിംഗ്, ജെറ്റ് സ്കൈ റൈഡ്, ബനാന ബോട്ട് റൈഡ്, പാരാസൈലിംഗ്, അങ്ങനെ എല്ലാവിധ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും അവൈലബിൾ ആണ്. ധാരാളം ഹോം സ്റ്റേസും കോട്ടേജുകളും റിസോർട്ടുകൾ ഇതെല്ലാം ഓം ബീച്ചിൽ അവൈലബിൾ ആണ്. പക്ഷേ കുട്ട്ലെ ബീച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിറ്റിൽ ബിറ്റ് ഹയർ ആയിരിക്കും, പ്രൈസൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇതെല്ലാം കുറവാണ്. കോട്ടേജസ് ആയാലും റിസോർട്ട്സ് ആയാലും റൂംസ് ആയാലും എല്ലാം കുറവായതുകൊണ്ട് അവർക്ക് ഡിമാൻഡ് കൂടും. 1000 രൂപയിലാണ് ഇവിടെ നിന്ന് റൂംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
1000 രൂപ മുതൽ 7000 രൂപ വരെയുള്ള റൂമുകൾ ഇവിടെ ലഭ്യമാണ്. ഓം ബീച്ചിൽ എല്ലാ ടൈപ്പ് ഫുഡും ലഭ്യമാണ്. നമ്മൾ നേരത്തെ അവരോട് പറയണമെന്ന് മാത്രം. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 30 മുതൽ 45 മിനിറ്റിനുള്ളിൽ അവർ നമ്മൾ പറയുന്ന ഫുഡ് അവർ ഉണ്ടാക്കി തരും. റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന കോട്ടേജാണത്. അവിടെ 1500 രൂപയാണ് റൂമിന്. പക്ഷേ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് ആയിരിക്കും. അവർ ഇല്ലെങ്കിൽ മാത്രമേ ഇന്ത്യൻസിന് അവർ റൂം തരുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓം ബീച്ചിൻ്റെ ഏറ്റവും കോർണറിലുള്ള ആ മലനിരകൾ കയറിക്കൊണ്ടാണ് ട്രക്കിംഗ് സ്റ്റാർട്ടാവുന്നത്. ഇവിടുന്ന് പാരഡൈസ് ബീച്ചിലേക്ക് ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നത് 6 കിലോമീറ്റർ ആണെങ്കിലും നമ്മളൊരു 15 കിലോമീറ്റർ നടന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. കാരണം കുന്ന് കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു, അങ്ങനെ അതികഠിനമായിട്ടുള്ള ഒരു യാത്രയാണ്. പരമാവധി കട്ട് ചെയ്യാതെ തന്നെ നമ്മളത് കാണിക്കുന്നുണ്ട്. ഗോകർണ് പ്രത്യേകിച്ചും ഓം ബീച്ചിന് ഏറ്റവും കൂടുതൽ പ്രശസ്തമാക്കുന്നത് ഓം ബീച്ചിൽ നിന്ന് കിട്ടുന്ന സൺസെറ്റ് വ്യൂസാണ്. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി മാത്രം പലരും ഓം ബീച്ചിലേക്ക് വരാറുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകൾ വന്നിരുന്ന് സൺസെറ്റ് കാണുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ അത്. പല പോയിൻ്റുകളുണ്ട്. ഓരോ ഭാഗത്തുനിന്ന് കാണുന്ന സമയത്ത് ഓരോ ടൈപ്പ് വ്യൂ ആയിരിക്കും. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സൺസെറ്റ് പോയിൻ്റാണ്. ഗോകർണയിൽ ബീച്ച് ട്രെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മസ്റ്റായിട്ടും കാലിൽ ഷൂസ് ധരിക്കണം. നമ്മൾ ബീച്ച് ട്രെക്ക് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ എക്സിറ്റ് പോയിൻ്റ് ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ ഒരു ലൂപ്പിൽ പെട്ട പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പല വഴി കൂടെ പോയി നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തും, വീണ്ടും പല സ്ഥലങ്ങളിൽ പോയി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ എത്തും. അതുകൊണ്ട് നമ്മുടെ റൂട്ട് വളരെ കൃത്യമായിരിക്കണം ഈ ട്രെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചുരുളി ലൂപ്പ് പോലെ ആവും.
വഴി അത് നമ്മൾ അതീ എത്തുന്ന വഴിയാണ്. ഏത്? ഓ, അവിടുന്ന് വരുമ്പോ ഡേഞ്ചർ വഴിയാടാ. ഇതെന്താ വഴി? ഏത്? താഴേക്ക് പോകേണ്ട വഴിയാണ്. ഓണെങ്കിൽ പോവാ, അല്ലെങ്കിൽ അപ്പുറത്തൂടെ പോവാ. അല്ല, നമ്മൾ തെറ്റാ വഴി കൂടെ പോകും. എല്ലാം ഒരേ വഴികളും. കുറച്ച് റോങ് ആണ് തോന്നുന്നു. നിൽക്കണ അനങ്ങാണ്ട്. എന്താണ് അനങ്ങാ നിൽക്കണത്? ഞങ്ങൾ ഇത്രയും നേരം ട്രക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റില്ല. ആ കാട്ടിനകത്ത് അനങ്ങാതെ നിൽക്കുന്ന ആ നായിനെ മാത്രമാണ് നമ്മൾക്ക് ഇവിടെ ഇത്ര നേരമായിട്ട് കാണാൻ കഴിഞ്ഞത്. ഈ കാട്ടിനകത്ത് ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ സ്ഥലം ഏതാന്ന് ഓർമ്മയുണ്ടോ? ഞാനന്ന് സൺറൈസ് കാണിച്ചില്ലേ, മച്ചാൻ ഇങ്ങനെ ഫ്രണ്ട് നടന്നു പോകുന്നത്. നമ്മുടെ ബീച്ച് ട്രക്കിങ്ങിനിടയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ വഴിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ മൊബൈൽ സ്ക്രീനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാല് തന്നെ താഴെ വീഴും. താഴെ വീണ പൊടി പോലും കിട്ടില്ല. ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. എൻ്റെ സ്ക്രീനിലേക്ക് നോക്കുന്നതേ ഇല്ല. സ്ക്രീനിലേക്ക് നോക്കിയാലാണ് അപകടം. കാരണം വഴി കണ്ടില്ലേ, ഇങ്ങനെ നേരായിട്ടുള്ള വഴിയല്ല, വളഞ്ഞും തിരിവും ഒക്കെയുള്ള വഴിയാണ്. വീണ് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. മതി, ഓഫ് ചെയ്യല്ലേ? ഇതുവരെ എത്തിയാലല്ലേ ആരോ വന്നു. പിന്നെ സഞ്ചിട്ട് വരാം.
ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തി, ഹാഫ് മൂൺ ബീച്ച്. ആദ്യത്തെ പോയിൻ്റാണ് നമ്മുടെ ഈ ബീച്ച് ട്രക്കിൽ. ഓം ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബീച്ച് ട്രക്കിൽ ആദ്യത്തെ പോയിൻ്റാണ് ഹാഫ് മൂൺ ബീച്ച്. നമുക്ക് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ കടലിൽ നീന്തിക്കളിക്കണം, ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നീരാടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പറ്റിയ സ്ഥലമാണ് ഹാഫ് മൂൺ ബീച്ച്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ ആളുകൾ തന്നെ വളരെ കുറവാണ്. അത്യാവശ്യം അക്കോമഡേഷൻ ഫെസിലിറ്റീസൊക്കെ ഇവിടെയുണ്ട്. 3-4 ഷാക്കുകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി റേറ്റ് ಜಾಸ್ತಿ ಆಗಿದೆ. ഇന്ത്യൻ ടൂറിസ്റ്റുകളൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ താമസിക്കുന്നവരെല്ലാം ഇത് ഷിബായിന് വീണ്ടും ഇടിഞ്ഞോ? ഞങ്ങൾ ഹാഫ് മൂൺ ബീച്ചിൽ നിന്നൊന്നുമില്ല, അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. ഇതാ ഈ ഇടയിൽ കാണുന്നതാണ് സ്മോൾ ഹിൽ. അതും കഴിഞ്ഞ് കയറി പോകണതാണ് പാരഡൈസ്. അല്ല, നമ്മളിവിടെ ഇരിക്കാം, അവൻ അപ്പുറത്ത് പാരഡൈസ് പോയിട്ട് വരട്ടെ. നമുക്ക് ഇവിടെ ഇതിലിരിക്കാം, ഈ ബീച്ചിലിരിക്കാം. നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റാണ് സ്മോൾ ഹിൽ ബീച്ച്. പേര് പോലെ തന്നെ ഒരു സ്മോൾ ഹില്ല് തന്നെയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബീച്ചാണ്. ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. മര്യാദയ്ക്ക് വഴി പോലും ഇല്ല. വഴിയൊക്കെ നമ്മൾ വെട്ടിത്തെളിച്ചുകൊണ്ട് പോകണം. ദിസ് ഈസ് എക്സാക്ട്ലി സ്മോൾ ഹിൽ ബീച്ച്.
പേര് പോലെ തന്നെ സ്മോൾ ഹെൽ. ഫ്രഷ് വാട്ടറാണ് തോന്നുന്നു. ഫ്രഷ് വാട്ടറാണ് തോന്നുന്നത്. അറിയില്ല. അതെ, ശുദ്ധജലം തടയണേ. ഇറങ്ങ. അല്ല ഇതാണ്. പോണോ? എനക്കടാണ്. വഴിയൊന്നും ഭയങ്കരം. അതായത് സൂക്ഷിക്കണം കേട്ടോ. ഗോപ്രോനെ കൊണ്ടുപോകണം. ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞു, ചാർജ് കഴിഞ്ഞു. പിടിക്കണം. ഇതാ ഇവിടെ ഇത് മറ്റേ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാവും. എങ്ങനെ പോയില്ല. നിക്ക് വേണ്ട 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 വേണ്ട. ഇതെവിടെ പിടിച്ചാൽ മതി. അതിനേക്കാളും മനസ്സിലാവും. വിഷ്ണു എന്റെ ചെരുപ്പാണ്, അത് മനസ്സിലാക്കാതെ. ശരി, ഇവിടെ ഇരിക്കടാ. അവിടെ തിരിച്ചു പോകണ്ട ഈ വഴി തന്നെ. ഇവിടെ ഇവിടെ നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡിവൈസ് മാറ്റി. ഇപ്പോൾ ഗൂഗിൾ പിക്സൽ വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വലി അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ആരോ കുടിവെള്ളം വെച്ച് മറന്നു പോയിരിക്കും. ഇതൊന്നും അടിക്കുന്നു ഫോട്ടോ. കൊടുംവനം. പട്ടികൾ മിന്നുന്നു. എവിടേക്കാണ്? അല്ല അല്ല, ഇത് കൂടെ മേലെ കൂടെ ഒരു വഴിയുണ്ട്. ഇത് അത് കൂടെ പോന്ന. ഇതെവിടെയാണ്? ഇത് താഴെ പോയിട്ടാ. അല്ല, ഇതാ ഈ വഴി. ഇത് കണ്ട? അല്ലടാ, ഇത് ആ വഴി, പിള്ളേർ ആ പോയ വഴി തന്നെ. അതെ, പക്ഷെ ഇത് നോക്ക്,
കൂടെ മേലെ കൂടെ ഒരു വഴിയുണ്ട് ചെറുകളുടെ ഉള്ളിൽ കൂടെ പോവാൻ. വെയിൽ കൊള്ളണ്ടല്ലോ. അത് ബീച്ചിന്റെ സൈഡിൽ കൂടെയാണ്, പാറയുടെ വരെ കൂടെ പോണം. അതെ, ഡേഞ്ചർ ഇല്ലാത്തൊരു പരിപാടി ഉണ്ട്. നേരെ കൂടുതലേ പോയിട്ട് റൂമിലേക്ക് നടന്നോളൂ, ഞാൻ എടുക്കാം. ഇതിപ്പോ അവരെത്തുന്ന മുമ്പ് നമ്മളെത്തും കേട്ടോ. അല്ല, എത്തുന്നത് ഇട്ടാ പറയാ. അങ്ങനെ ഞങ്ങൾ ഭയന്നതെന്തോ അത് തന്നെ സംഭവിച്ചു. കാട്ടിനുള്ളിൽ നിന്ന് വഴിതെറ്റി ഉൾക്കാടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അവിടെ പോയി വഴി കഴിഞ്ഞു എന്ന് മാത്രം പറയല്ലേ. കഴിഞ്ഞ വഴി ഇല്ല. അത് വളരെ സിമ്പിൾ വഴിയായിരുന്നു. വഴി എവിടെ? എടാ, മര്യാദയ്ക്ക് ഒരു വഴിയുള്ളപ്പോ ഈ കാട്ടിനുള്ളിൽ കൂടെ പോണം. നോക്കി, ഉള്ളാണിത്. എന്റെ വാക്കും കേട്ട് പോകുന്നു. കടുവ വന്നാൽ തെറ്റ്. നോക്കി കിടക്കട്ടോ. മെല്ലെ പോടാ. നീ ആദ്യം ഈ വഴിയുടെ അവസാനം കണ്ടുപിടിക്കും. ഇതിലെ ഇറങ്ങാൻ പോവാ. അപ്പുറത്ത് കൂടെ ഇറക്കണം. ഇത് കൂടുതൽ ഡേഞ്ചറായി. മുള്ളാണത്. ഒരു ആവശ്യമില്ല. ആ വഴി ഈസി ആയിട്ട് പോണതിന് പകരം മേലേക്ക് കയറിയാണ് ചെയ്തിരിക്കണത്. ഇറങ്ങി പോവല്ല ചെയ്ത്. ഇറങ്ങ നോക്ക്, ബീച്ച് ഇപ്പൊ എത്ര ദൂരായി നോക്ക്. ബീച്ച് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോ തോന്നുന്നു. ആ ബോട്ടിൽ വന്ന് എത്ര അടുത്തായിരുന്നു. ബോട്ടിൽ പോയി അതിനടുത്തായിരുന്നു. ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ദുർഘടം പിടിച്ച വഴി കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വക യാത്രാ മാധ്യമങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞങ്ങൾ കിട്ടാത്ത ആരും വരാത്ത വഴികളാണ്. നമ്മളെപ്പോലുള്ള മണ്ടന്മാരായിരിക്കും. ഇത് പാരഡൈസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ അടുത്ത ബീച്ചിൽ എത്തി തോന്നുന്നു കേട്ടോ. ബെല്ലാക്കാണില് slippery area coming ahead. അവിടെ തന്നെ ആ കല്ല് ചവിട്ടി. ആ കല്ല് ആ ഫോൺ പിടിക്കണേ. വേണ്ട, സൂക്ഷിച്ച് പോകട്ടെ. മുള്ളിച്ചെടി. ഓ, അടുത്ത കൊക്ക.
എന്ത് നമ്മൾ ചെയ്യാൻ പോകണ്ട, നോക്കട്ടെ ഫിക്സ് ആകുമോ നോക്കാം. കല്ല് കണ്ടാ ദൈവമേ രക്ഷിച്ചോളി എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിൽ പോയിക്കുന്നത്. എന്തൊക്കെ ചാതിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബീച്ചെത്തി. ആരും സംസാരിക്കും എന്നപ്പോ ഇനിയും പോവാ, സീനൊന്നുമില്ല. അവര് പറഞ്ഞല്ലേ കേൾക്കുക. അത്ര ഉള്ളൂ പറയാം. ആരാ പറഞ്ഞു? നമുക്ക് എത്ര ദൂരമായിരുന്നു? ഇതിനെക്കാട്ടും ഈസി മറ്റേ വഴി. പിന്നെന്താ അതല്ല, ഇതേ വെക്കോടെ? അയാള് താഴെ ഒരാളെ കണ്ടോ? ആ നീല ഷർട്ട് ഇട്ടിട്ട് ആ അയാൾ ഈ വഴി വരാൻ പറ്റും. ഏത് വഴി? പക്ഷെ ഈ വഴി എനിക്ക് ഡയറക്റ്റായി തോന്നുന്നു. പക്ഷെ അവര് പറഞ്ഞത് കേട്ടാണ് നല്ലത്. വൈക്കലാണ്ട് അവിടെ ഈ സൈഡിൽ കൂടെ വന്നാ ഭയങ്കരാണ്ട. നേരെ വഴി കൊണ്ട് വരുന്നതല്ലേ. അപ്പൊ കൂടെ പോയി പോവാം. അയാളോട് ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കും. അതാണ് ഞാനില്ല ഈ ലോക്കൽ പാരഡൈസ് ഒന്നും അല്ല തോന്നുന്നു. ഇത് വേറെ എവിടെ എത്തി. കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴ്ത്താണ്. ഉരുണ്ടാ മതി വേഗത്തും. ഇതൊക്കെ വഴി അല്ല, ഇതൊക്കെ വഴി തന്നെ. ഇത് എവിടെ വഴി? ഉമ്മർത്ത് പോയ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. അതാണ് അത് പറഞ്ഞത്. അത് വേറെ വഴിയുണ്ടോ? എടാ പിടിക്കും. നിക്ക്. എടാ നിൽക്ക് വിഷ്ണു. ആ ഈ വഴി ഇറങ്ങാമല്ലോ. പിടി നിൽക്ക്. കൊണ്ടോ ഞാൻ 7 മിനിറ്റ് ആയിട്ടാ. ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് കൊണ്ടു. നീ പോക്കോ, ഞാൻ ലാസ്റ്റ് വരാം. നോക്കി കിടക്കിട്ടാ. എൻ്റെ കൈ പിടിച്ച് ഇറങ്ങിക്കോ. വേണ്ട വേണ്ട വേണ്ട, ആരും പിടിക്കണ്ട. ഞാൻ തന്നെ എൻ്റെ ബാലൻസിൽ ഞാൻ നോക്കും. ബാബുട്ടത് മാസ്. ആവട്ടെ, സൂക്ഷിക്കുന്നില്ലേ? ഞാൻ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നീ ഇറങ്ങിക്കോ ബാക്കിൽ, ഞാൻ പറഞ്ഞുതരാം. വഴിയുണ്ടോ അവിടെ? അവന്മാർ വന്നത് എനിക്ക് ഇഷ്ടമായില്ല. തമിഴന്മാർ തെലുങ്കന്മാർ. ചില തെലുങ്കന്മാർ നല്ലതാണ്. ചില തെലുങ്കന്മാർ അതെ. വിട്, നീ വീഴാൻ പോയപ്പോ ഞാൻ പിടിച്ചാണ്. വഴിക്ക് നീയേ ഒരു ഭാഗത്ത് കാല് വെച്ചിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നീ ഇറങ്ങിയാൽ മതി. ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല. വാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. നീ വന്നോ, നീ പിടിക്കും, നീ പേടിക്കണ്ട. എന്നൊക്കെ ഞാൻ ഇറങ്ങിയിട്ട് നിന്നെ പിടിക്കാം. ഇതാ നോട്ടെ, ബാറ്റിൽ കൈമാറി. കുറച്ചുകൂടി വരാൻ പറ്റും ഒരു പൊടിക്ക്.
ഇവിടെ ഒരു അവിടെ കൈ വെക്കും. ആ അവിടെ കൈ വെക്കും. ആ പാറയിൽ കൈ വെക്കും. ആ ഇതും അതേപോലെ തന്നെ കേട്ടോ, സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. ഈ ഭാഗം ഈ കല്ലിൻ്റെ ബലത്തിൽ വേണം ഇറങ്ങാൻ. നമ്മുടെ ബീച്ച് ട്രക്കിലെ 3ാമത്തെ പോയിന്റിലെത്തി, പാരഡൈസ് ബീച്ച്. ഇത് പാരഡൈസ് ബീച്ചിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. പാരഡൈസ് ബീച്ചിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. നമുക്ക് ബീച്ചിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, അവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ഇരുന്ന് ഒരു മാഗിയും ഒരു കൊക്കക്കോളയൊക്കെ കുടിച്ച് വീണ്ടും നടന്നു. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പാരഡൈസ് മെയിൻ ബീച്ച് കേട്ടോ. ഇതാണ് പാരഡൈസ് മെയിൻ ബീച്ച്. അതൊരു ചെറിയ ബീച്ചാണ്. ഇവിടുന്ന് ബോട്ട് സർവീസൊക്കെ ഉണ്ട് കുട്ട്ലയിലേക്കും മോം ബീച്ചിലേക്കും ഗോകർണ മെയിൻ ബീച്ചിലേക്കൊക്കെ. ഇവിടുന്ന് തുടങ്ങുന്നതല്ല, അവിടുന്ന് വരുന്ന ബോട്ട് ഇവിടെ ആളുകളെ ഇറക്കി തിരിച്ചു പോകുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകളെ ഇതൊക്കെ കാണിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. ചിലവരിവിടെ ഇറങ്ങും, അപ്പോൾ ബാക്കി ബോട്ടിൽ വാക്കൻ്റ് ഉള്ളപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. പെർ ഹെഡ് 700 രൂപയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റേറ്റ് കൂടിയില്ലല്ലോ, അത് വലിയൊരു കാര്യമായി. 2020 ഞങ്ങൾ വരുമ്പോൾ 700 രൂപയായിരുന്നു റേറ്റ്. വേണ്ടോ, രാത്രി കിടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. ഇവിടെ ധാരാളം ഇതേപോലുള്ള ഷാക്കുകളൊക്കെ ഉണ്ട്. രാത്രി ഇവിടെ പാർട്ടിയും ക്യാമ്പ് ഫയറും ഒക്കെ ഇവിടെ ഉണ്ട്. ആക്ച്വലി റൈവ് പാർട്ടിയൊക്കെ നടക്കാറുണ്ടെന്നാണ് കേട്ടത്. അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുതാണെന്ന് തോന്നും ക്യാമറയിലൂടെ നോക്കുമ്പോൾ. പക്ഷേ നല്ല കയറ്റമാണ്. അറിയാൻ കഴിഞ്ഞത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ ആളുകളെ കൊണ്ട് നിറയുന്നതാണ്. 5 പേർക്ക് ഹോട്ടൽ. വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നു. അപ്പോൾ പാരഡൈസ് ബീച്ചിൽ നിന്ന് ബെലാക്കൺ ബീച്ചിലേക്കുള്ള നമ്മുടെ ട്രെക്കിംഗ് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.